തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ ബന്ധപ്പെടുവാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന ദൈവജനത്തെ വചനത്താൽ അനുഗ്രഹിക്കുന്ന ഈ മഹത്വകരമായ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ ദൈവം സഹായിക്കുന്ന വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദീർഘനാളുകളായി ഈ ശുശ്രൂഷ വേർഡ് ഇൻ പവർ അനേകർക്ക് അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തയും അനേകരുടെ പ്രാർത്ഥനയും അതിൻ്റെ പിന്നിലുണ്ട്. തുടർന്നും അത് അനുഗ്രഹമായി തീരാൻ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ മണിക്കൂറുകളിലും വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ദൈവകൃപ ലഭിക്കാനായി നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് തിരുസന്നിധിയിലെടുത്ത് വരാൻ തന്നിരിക്കുന്ന പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. നിന്റെ വലിയ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, നന്ദിയുണ്ട് കർത്താവേ. തുറന്നിൻ്റെ കൃപ തന്നെ വിശേഷിയായി മണിക്കൂറുകളിൽ എൻ്റെ മാറ്റമില്ലാത്ത വചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ചു പറയുവാൻ ദൈവമേ അനേകായിരങ്ങൾക്ക് വിടുതലായി തീരാൻ തിരുനാമം മഹത്വപ്പെടാൻ ഈ ശുശ്രൂഷയെ സ്വർഗം വാഴ്ത്തി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥന. എളിവിനെ ശരീരത്തിലും ആത്മാവിലും ബലപ്പെടുത്തി നിർത്തിയാട്ട് സ്വർഗീയ ജ്ഞാനത്തോടെ ദൈവകൃപയിൽ താങ്ങി അനുഗ്രഹിക്കണം. എല്ലാ മഹത്വവും ദൈവം കുഞ്ഞാടിന്, എല്ലാ ശിഷ്ടത്തെയും ദൈവം അനുഗ്രഹിക്കണം. മഹത്വം കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നാളുകളായി നാം ഈ വചന ശുശ്രൂഷ ഈ ടൈറ്റിൽ വേർഡ് ഇൻ പവറിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ അത് അനുഗ്രഹമാകുന്നു എന്നുള്ള ടെലിഫോണും ഇമെയിലും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നു. ആ മേഖലയിൽ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഈ മണിക്കൂറുകൾ ദൈവം എൻ്റെ ഉള്ളത്തിൽ പ്രകാശം തന്ന ഒരു വേദവചനം നാം വളരെ അറിഞ്ഞിരിക്കുന്നതും എന്നാൽ അധികം അതേക്കുറിച്ച് പ്രസംഗം കേൾക്കാത്തതുമായ ഒരു വിഷയം. എന്താ അതിൻ്റെ അർത്ഥം? അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് മനുഷ്യജാതിയുടെ പ്രത്യാശ, സ്വർഗം അല്ലേ? സ്വർഗം എവിടെ? സ്വർഗവും നരകവും നോക്കുന്നത് സൺഡേ സ്കൂൾ പ്രായം മുതൽ പഠിക്കുന്ന, പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കാലഘട്ടം, പക്ഷേ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രസംഗം എവിടെ കേൾക്കുന്നു? ഞാൻ പറയുന്നത് ശരിയല്ലേ? വിസ്മരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ദൈവകൃപയുടെ പദ്ധതിയിൽ അത് നിത്യമാണ്. അതുകൊണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനിക്ക് ആലോചന തന്നിരിക്കുന്നു. നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ജസ്റ്റ് സ്റ്റിർ അപ്പ് യുവർ മൈൻഡ്, അതിനുവേണ്ടി ആ മേഖലയിൽ പ്രത്യാശ ദൈവം വർദ്ധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു സൺഡേ സ്കൂൾ പ്രായം നിശ്ചയമായും നമുക്ക് അന്ന് തൊട്ടാ പഠിച്ച ഓർമ്മ അല്ലേ? കാലം മാറിയപ്പോഴും അന്ന് ലഭിച്ച ആ അറിവൊക്കെ സ്വർഗത്തിൽ പോകണം അല്ലേ, സ്വർഗം നഷ്ടപ്പെടരുത്, നരകത്തിൽ വീഴരുതെന്നൊക്കെ ഒരു ചിന്ത അത് നമ്മൾ പിൽക്കാലത്ത് ദൈവകൃപയിലായിത്തീരാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കാതുകളിൽ അന്ന് വന്നടിച്ച മനോഹരമായ ശബ്ദത്തിന് അതിൻ്റെ മുഖാന്തരങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് പറയുമ്പം നിന്ന് സ്വർഗം എന്ന് പറയുന്നതിനപ്പുറത്തൊരു മറുവശമുണ്ട്. അതെന്തുവാ? നരകം. സ്വർഗവും നരകവുമല്ലേ? നരകമില്ലെങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ല നരകവുമില്ല. അപ്പം ഇത് രണ്ടുമുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? സ്വർഗത്തിലെ നിത്യമായ സൗഭാഗ്യവും നരകത്തിലെ നിത്യമായ ശിക്ഷാവധിയും ഉണ്ടെന്നുള്ളതാണ് അല്ലേ? അത് ഓർക്കുമ്പോൾ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ അല്ലേ ഒരു തീരുമാനമെടുത്ത് ജീവിപ്പാൻ നമ്മെ പിൽക്കാലങ്ങളിലെ അറിവ് സഹായിച്ചിട്ടുണ്ട്. അല്ലേ നമ്മളൊരു പക്ഷേ മുന്നേ കേട്ടതായിരുന്നു. അതെല്ലാം ദൈവവചനത്തിൻ്റെ അറിവിൽ കൂടെയാണ്. നിശ്ചയമായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പക്ഷെ എവിടെയാ സ്വർഗം? എന്തോ ഈ സ്വർഗം? ആരാ അവിടെ വസിക്കുന്ന? ആരാണ് എൻ്റെ അധികാരി? അവിടെ ആരൊക്കെ ഉണ്ട്? ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവമായി ചിന്തിക്കേണ്ട വിഷയമല്ലേ അത്? പക്ഷെ വിസ്മരിച്ച് കളഞ്ഞൊരു യാഥാർത്ഥ്യം. ആട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള ഒരു ലഘുവായ പഠനം, പ്രസംഗമല്ല, ഇതേക്കുറിച്ചൊരു അറിവ് അറിയാവുന്നവരാണെങ്കിലും അതൊന്നുകൂടെ കേൾക്കട്ടെ. അറിയാത്തവർക്ക് അതൊരു പുതിയ അറിവായി തീരട്ടെ. പക്ഷേ ജീവിതത്തെ ബാധിക്കുന്നത്
വർണ്ണത്തിനപ്പുറത്തായിട്ടുള്ള മഹത്തായ നിത്യതയുടെ മണ്ഡലങ്ങളിൽ മനുഷ്യൻ ദൈവത്തോടുകൂടെ വസിക്കുന്ന ആ മഹത്വകരമായ അനുഭവത്തിൻ്റെ മേഖലയിൽ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കട്ടെ. ദൈവകൃപ എല്ലാവരിലേക്കും അതിൻ്റെ വെളിച്ചം പകരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. അപ്പോൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ, ദ പ്രോമിനൻസ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ പ്രത്യേകത, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വേദപുസ്തകത്തിൽ ഏകദേശം 500-ലധികം പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ച്, 1-2 പ്രാവശ്യം. അപ്പോൾ അതിന് പ്രാധാന്യം മനസ്സിലായല്ലേ? അപ്പോൾ ഒത്തിരി കാര്യമുണ്ട്, ഇതെല്ലാം പറയാനൊന്നും സമയമില്ല. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ മാത്രം. പ്രാരംഭമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്തോ അത്? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകും. സ്വർഗത്തെക്കുറിച്ചുള്ള മഹത്തായ ഒരു പ്രസ്താവനയാണ്. താഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കും. സിംഹാസനം എന്ന് പറഞ്ഞാൽ സ്വർഗം അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. സിംഹാസനസ്ഥനായിരിക്കുന്ന, കേവല സ്ഥലമല്ല, സിംഹാസനസ്ഥനായിരിക്കുന്ന. നമ്മൾ രാജകൊട്ടാരം എന്നൊക്കെ പറയുന്നില്ലേ? ഇപ്പോൾ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സിംഹാസനത്തില്ല, സാധാരണ സീറ്റല്ല. അങ്ങനെ ഒരു സ്ഥാനമാണ് ഈ സ്വർഗം. സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന വലിയവനായ ദൈവം ഇരിക്കുന്ന കസറയെന്നൊന്നും പറഞ്ഞ് വിട്ടുകളയല്ല, സിംഹാസനം. ആ വലിയ ദൈവം സ്വർഗത്തിലിരുന്ന പാദങ്ങളിങ്ങി ഭൂമി വരെ വരും. അത്ര ഉന്നതനായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കും. ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവമേ നീ എന്നൊക്കെ കയറി അങ്ങ് വിളിക്കാറുണ്ട്. ആരാ ദൈവം? ചിന്തിച്ചിട്ടുണ്ടോ? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ ദൈവം, നിത്യനും പരിശുദ്ധനുമായ ദൈവം, വിശുദ്ധനും നീതിമാനുമായ ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, സകലവും തന്റെ ശക്തിയുള്ള വചനത്താൽ നിർമ്മിച്ചവൻ, സകലവും തന്റെ ശക്തിയുള്ള വചനത്താൽ പരിപാലിക്കുന്നവൻ, കാക്കുന്നവൻ. ഒരു പടിയൂടെ കടന്നു പറഞ്ഞാൽ നിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ. ഈ വലിയവനായ ദൈവം സിംഹാസനസ്ഥനായി വാണിരുന്ന് അരുളുന്ന സ്ഥലമാണ് സ്വർഗം. പ്രിയപ്പെട്ടത്, ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം വസിക്കുന്ന, ദൈവം ഇരുന്ന് അരുളുന്ന ഒരു വലിയ സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലിരിക്കുന്ന അതെന്തോ കൊട്ടാരം എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെ സിംഹാസനം എന്നൊക്കെ, ത്രോൺ എന്നൊക്കെ പറയും, ഇന്നൊരു ബഹുമാനം അല്ലേ? അങ്ങനെയാണ് സ്വർഗാദി സ്വർഗത്തിലെ ദൈവത്തിരിക്കുന്ന ആ സ്ഥാനത്തിന് എത്ര ഉന്നതമായ പദവി ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഉന്നതമായൊരു സ്ഥാനം. ഇത് മാത്രമല്ല, സിംഹാസനത്തിൽ നിന്നാണ് ഈ കൽപ്പനകൾ പുറപ്പെടുന്നത്. രാജാക്കന്മാർ, ദൈവം കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത്. എൻ്റെ വായി തുറക്കുന്നതൊക്കെ കൽപ്പനയാണ് കേട്ടോ, ദൈവം അരുളി ചെയ്യുന്നത്. അത് ഉള്ളോർത്തോണം. അത് അധികാരത്തിൻ്റെ സ്ഥലം കൂടെയാണ് ദൈവത്തിന് സ്തോത്രം. ഇത് മാത്രമല്ല, രണ്ടാമതായി നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഡിറ്ററോണമി, ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? നിങ്ങൾ ഈ വേദമൊക്കെ ധൃതി വെച്ച് പറയുമ്പോൾ നിങ്ങൾ വേദപുസ്തകം പിന്നെ എടുത്ത് വായിക്കണം, എഴുതാവുന്നവർ എഴുതിയെടുക്കണം. ഒരു അനുഗ്രഹീതമായ ഒരു സബ്ജക്റ്റ്. എല്ലാം ദൈവവചനം അനുഗ്രഹമാണ്. ഞാൻ വായിക്കാം. നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കുക. മോശ ദൈവസന്നിധിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തോ സ്ഥലമാ? വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ. അപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞത് ദൈവം വസിക്കുന്ന സ്ഥലമാണ് ഇതിനൊരു പടിയൂടെ കടന്നു പറയാം. എന്താ? വിശുദ്ധ സ്ഥലമാണ്. കേവലം ഒരു ഇരിപ്പിടമെന്ന് മാത്രമല്ല, അല്ലേ? എന്താ അവിടെ? ഒരു വിശുദ്ധ സ്ഥലം, എ ഹോളി പ്ലേസ്. ദൈവത്തിന് വസിക്കാനുള്ള കേവല പാർപ്പിടം മാത്രമല്ല, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം. എന്നുവെച്ചാൽ അവിടെ ഒരു അശുദ്ധിക്ക് സ്ഥാനമില്ല, ഒരു അശുദ്ധിനോടെ കടക്കത്തുമില്ല. അത് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സെപ്പറേറ്റഡ് സ്ഥലം കൂടാണ് ഈ സ്വർഗം. എല്ലാവർക്കും ഒന്നും ചെന്ന് വിടാനൊക്കത്തില്ല. ഒരു അശുദ്ധനും അതിൽ കൂടെ കടക്കത്തില്ലെന്ന് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതൊരു വിശുദ്ധ സ്ഥലം കൂടെയാണ്. ദൈവം വിശുദ്ധീകരിച്ച സ്ഥലമാണ്. എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ട സ്ഥലമാണ് സ്വർഗം.
ഇതും ഇതേക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. പിന്നെ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേദവചനം പഠിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവും. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. അതെന്തുവാ? ഞാൻ വായിക്കാം. യെരുശലേം ദേവാലയം പണി പൂർത്തിയാക്കി അതിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ രാജാവ് പ്രാർത്ഥിച്ചതാണ്, ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാചന കേൾക്കണമേ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഞാനിവിടെ ജ്ഞാനിയായ ശലോമോനും ഇത് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് സ്വർഗം. ശലോമോൻ രാജാവ് യെരൂശലേം ദേവാലയം പ്രതിഷ്ഠിക്കാൻ, ഉദ്ഘാടനം ചെയ്യാൻ ദൈവത്തെ വിളിച്ചിറക്കി ഉദ്ഘാടനം ചെയ്തെന്നാണ് പറയുന്നത്. ദൈവം വന്നു അവിടെ. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് വ്യാപരിച്ച ദൈവ തേജസ് കൊണ്ട് പുരോഹിതന്മാർക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. അത്ര ഉന്നതനായ ഒരു ദൈവം വസിക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിൻ്റെ ദൈവം വസിക്കുന്ന ആ വിശുദ്ധ സ്ഥലം, സ്വർഗത്തിൽ വസിക്കുന്ന ആ സ്ഥലം. എന്താ മോശയുടെ അവിടുന്ന് പ്രാർത്ഥന കേൾക്കണമേ, കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയാം. അപ്പം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്ഥലം കൂടായി സ്വർഗം. നമ്മൾ അറിഞ്ഞോ അറിയാലോ ഇങ്ങനെ കണ്ണുകൾ അടച്ച് മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കാലോ, ദൈവമേ കരുണ ചെയ്യണേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലം കൂടാ, അല്ലേ? അപ്പോൾ അവിടെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ടാണ് ശലോമോൻ, നമ്മളെക്കാളൊക്കെ ബുദ്ധി ഉണ്ടായിരുന്ന മനുഷ്യൻ, പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ വാസസ്ഥലമായി കാണുകയാണ്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം കൂടിയായി ഇതിനെ ചിത്രീകരിച്ച്. അപ്പം ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ എന്തോ സ്വർഗത്തിൻ്റെ ഗൗരവം മനസ്സിലായോ? തീർന്നില്ല. 123-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ വാക്യം എന്തുവാ? സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തും. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോട് കണ്ണുകൾ ഉയർത്തുക. അപ്പൊ കണ്ണുയർത്തുന്ന നമ്മൾ 121-ാം സങ്കീർത്തനം വായിക്കും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പർവ്വതം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം, ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ അർത്ഥമാക്കുന്നു. എൻ്റെ സഹായം എവിടുന്ന് വരും? ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിങ്കൽ നിന്ന് വരുന്നു. യഹോവ വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. അതാ ഇവിടെ സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഈ 123-ാം സങ്കീർത്തനം ഒരു പ്രത്യേകത. അടുത്ത വാക്യം വായിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വേദനയും സങ്കടമൊക്കെ വരുമ്പോൾ, അല്ലേ? എന്താ പറയാം, ബൈബിളുള്ളവർ തുറന്നു നോക്കിക്കോണം. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക്, ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. യജമാന്റെ കയ്യിലേക്ക് എന്തുവാ ദാസൻ നോക്കുന്നത്? വല്ലതും കിട്ടുമോ? ദാസി വന്ന് യജമാനത്തിൻ്റെ കയ്യിലേക്ക് നോക്കും, വല്ലതും കിട്ടുമോ? കിട്ടണം, കിട്ടിയേ പറ്റൂ. അങ്ങനെ ഒരു മേഖലയിലാണ് ഒരു ദൈവസന്നിധി വരുന്നത്. വെറും ദാസന്മാരാ നമ്മൾ. ഉന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് പിടിച്ചു വാങ്ങിക്കാനൊക്കത്തില്ല. ദൈവയോടെ വല്ലതും തന്നെങ്കിലേ ഉള്ളൂ. പക്ഷെ സ്വർഗത്തിൽ വസിക്കുന്ന ആ ദൈവം കരുണയുള്ള ദൈവമാണ് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹീതമായ സന്തോഷം നമ്മുടെ ജീവിതത്തെ ശക്തീകരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി. ദാസൻ കണ്ണുയർത്തി യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്ന പോലെ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ അടുത്ത് വരുന്നവനെ കൈവിടത്തില്ല. എന്നോട് അടുത്ത് വരുകയും ഞാൻ നിങ്ങളോട് അടുത്ത് വരുമെന്നാ. വിളിച്ചപേക്ഷിക്കുന്നവനെ തള്ളിക്കളയത്തില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി നന്മ ഉള്ള, ഒത്തിരി ക്വാളിറ്റീസ് ഉള്ള ഒരു വലിയ ദൈവമാണ് നമുക്കുള്ളത്. ഒത്തിരി കാര്യം ആ മേഖലയിൽ പറയാനുണ്ട്. അവിടെ നിൽക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുവാ? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആ മേഖലകളെ, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോബിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനും. എന്താ അത് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, യോബിൻ്റെ പുസ്തകം
16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഏറിയ കഷ്ടങ്ങളുടെ നടുവിൽ യോബ് ദൈവസന്നിധി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. കഷ്ടമെന്ന് പറഞ്ഞാൽ സാധാരണ കഷ്ടമല്ല, ഭയങ്കര പ്രതികൂലം. സ്നേഹിതരും പ്രിയപ്പെട്ടവരും ഒക്കെ വന്ന് കുറ്റം ചുമത്തി, കുറ്റക്കാരനെന്ന്, അതുകൊണ്ടാണ് നീ കഷ്ടമൊക്കെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റം ചുമത്തിയപ്പോൾ യോബ് പറഞ്ഞ എന്താ വാക്യം എന്നറിയാമോ? ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. യെസ്, even now my witness is in heaven and my record is on high. എൻ്റെ സാക്ഷി ഉയരത്തിലാണ്. നിങ്ങളുടെ ഒന്നും സാക്ഷ്യമല്ല എനിക്ക് വിഷയം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെന്നാ യോബ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇതിൽ നിന്ന് ഒരു ആത്മീയ സത്യം മനസ്സിലാക്കാനുണ്ട്. When people press you on different areas, ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രഷർ വരും കേട്ടോ. അന്നേരം ഭാരപ്പെട്ടു പോകുമോ? ഭയപ്പെട്ടു പോകുമോ? ഇല്ല, പാടില്ല. യോബ് കാണിച്ച ഈ ധൈര്യം നമുക്ക് ഉണ്ടാകണം. എന്തുവാ, ആരെന്തോ പറഞ്ഞാലും എനിക്ക് എൻ്റെ ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, അവനെൻ്റെ സാക്ഷിയാണ്. ഹീസ് മൈ വിറ്റ്നസ്. ഏത് സാഹചര്യത്തിലും എന്നെക്കുറിച്ച് നല്ലത് പറയാൻ എൻ്റെ ദൈവമുണ്ട്. മനുഷ്യൻ പറയുന്ന പോലെ അല്ല, മനുഷ്യൻ്റെ സാക്ഷിയൊക്കെ മാറിപ്പോകും കൂറുമാറുന്ന കാലത്തിൽ, അല്ലേ? ബട്ട് ഗോഡ് in his infinite love, തൻ്റെ മാറ്റമില്ലാത്ത അതുല്യമായ സ്നേഹത്തിൻ്റെ മറവിൽ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത് ഏതുവരെയാ? ദൈവജനം പറഞ്ഞ് നിന്റെ വശത്ത് 1000 പേരും എന്നത് വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല കേട്ടോ. നിന്നെ കണ്ടുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണുമെന്ന്. കുറ്റം പറയുന്നവനൊക്കെ കുറെ കഴിയുമ്പം തല കുനിച്ച് പോകേണ്ടി വരും. പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് ദൈവം എൻ്റെ സാക്ഷിയാണ്, എൻ്റെ ജാമ്യക്കാരനാണ്. ഈ വേദവനെ ഞാൻ വായിച്ചപ്പോൾ സന്തോഷം തോന്നി. എന്നാന്നറിയാം, എൻ്റെ ഈ സാക്ഷി ഉയർത്തി എൻ്റെ ജാമ്യക്കാരനുള്ളതിന് ഇംഗ്ലീഷിൽ റെക്കോർഡ് എന്നാണ് എഴുതി. എൻ്റെ റെക്കോർഡുകളൊക്കെ അവിടെ ഉണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ത് വെച്ചാൽ ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. നിന്റെ സകല ചരിത്രവും അവൻ്റെ കയ്യിലുണ്ട്, സ്വർഗത്തിലുണ്ട്. വേറെ ആരെങ്കിലും വന്നത് മാറ്റാനും മറിക്കാനും ശ്രമിച്ചാലും നടക്കത്തില്ല. സാക്ഷി, വിശ്വസ്തനായ ഒരു ദൈവം നമ്മുടെ സാക്ഷിയായിട്ടുണ്ട്. ഈ മണിക്കൂറുകളിൽ ദൈവജനം കേൾക്കുന്നവരും ഭാരത്തിലായിരിക്കുന്നു. ഒരു പക്ഷേ ശത്രുവിൻ്റെ ആരവങ്ങളിൽ സങ്കടപ്പെട്ട് പൊറുതിയില്ലാതെ ഞരങ്ങുന്ന ആരെങ്കിലും ശ്രമിക്കുന്നു, ഭയപ്പെടല്ല. നിനക്കൊരു ദൈവമുണ്ട് സ്വർഗത്തിൽ കേട്ടോ. അവൻ നിന്റെ ജാമ്യക്കാരനാണ്, അവൻ നിന്റെ സാക്ഷിയാണ്. അവൻ തക്ക സമയത്ത് ഉണരും, പ്രവർത്തിക്കും. അപ്പം നിനക്ക് വിടുതൽ കിട്ടും. അനേക വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥനയ്ക്കായി വിളിക്കാറുണ്ട്. എന്തെല്ലാം വേദനിപ്പിക്കുന്ന വിഷയങ്ങളാണ്. 4-ാം യാമത്തിൽ ചെന്ന വിഷയം, ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിഷയം, അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങളിൽ വലയുന്ന ഒത്തിരി സഹോദരിമാർ. ഇവരോടൊക്കെ നമുക്ക് എന്നാ പറയാനുള്ളത്? മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുതൽ, സ്നേഹം. കൈവിടില്ല ഒരു നാളും എന്ന് വാക്ക് പറഞ്ഞവൻ മാറിടുമോ എന്ന് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അപ്പം ഇങ്ങനെ നമുക്ക് സ്വർഗത്തിൽ ദൈവം നമ്മുടെ സാക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. ഏത് പ്രതികൂലത്തിന് നടുവിലും പോരാട്ടങ്ങളുടെ നടുവിലും പിടിച്ചു നിൽക്കാനുള്ളൊരു ദൈവകൃപ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും. പ്രാർത്ഥനയ്ക്ക് അതിപ്പോൾ അങ്ങോട്ട് കിടക്കുന്നില്ല, ഭയങ്കര പവർ അറിയാമല്ലോ. പ്രാർത്ഥനയാണ് ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഭാഗ്യം കേട്ടോ. അതിനെ നമുക്ക് സ്തോത്രം. എന്നാൽ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, സ്വർഗം ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലം, ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. തുടർന്ന് ഇതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ 73-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ആസാഫ് പറയുക, എന്താ പറയുന്നു? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസാഫിന്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ. 73-ാം സങ്കീർത്തനം ഞാൻ വിവരിക്കുന്നില്ല, അല്ലെ വിവരിക്കാൻ ഇപ്പൊ സമയമില്ല. ആകെപ്പാടെ ഭാരപ്പെട്ടു, ദൈവത്തെ വിളിക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നൊക്കെ ആദ്യം ചിന്തിച്ചതാ.
ഒടുവിൽ വന്ന് അവസാനം വന്നപ്പോഴത്തേക്ക് ദൈവിക ദർശനം ലഭിച്ച ആലയത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു, നോ, ഹി കെയിം ടു ദാറ്റ് റിയാലിറ്റി ദാറ്റ് ഗോഡ് ഈസ് എ ഗോഡ് ഹു ഹെൽപ്സ് ഹിം. എന്നെ സഹായിക്കുന്ന ഒരു ദൈവം. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് പറയട്ടെ, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ നിന്റെ ആശ്രയമായിരിക്കണം. അതായിരിക്കണം നീ ആഗ്രഹിക്കണം. അങ്ങ് സ്വർഗത്തിൽ ചെന്നിട്ട് ദൈവത്തെ കാണാമെന്നുള്ളതല്ല. ഈവൻ വെൻ യു ആർ ഹിയർ ഇൻ എർത്ത്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ഫാദർ, യു ഹാവ് എ ഗോഡ്. ദൈവത്തിന് സ്വർഗത്തിൽ വസിക്കുന്ന ഒരു ദൈവം, ഭൂമിയിൽ അവനെ ആശ്രയിക്കാൻ ആഗ്രഹിക്കാൻ തക്കവണ്ണം കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ആഗ്രഹിക്കാൻ, കേട്ടോ. അതാണ് അതിൻ്റെ അർത്ഥം. ആ ദൈവത്തോട് മുറുകെ ഇരിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒത്തിരി കാര്യം അവിടെ നിന്ന് പറയാനുള്ളതാ. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. തുടർന്ന് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിപ്രധാനമായ ഒരു വിഷയം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 2:4 എന്താണ് ഇവിടെ അവിടെ പൗലോസ് പറയുന്നത്, എനിക്കൊരു മനുഷ്യനെ അറിയാം. ഹി നോസ് എ പേഴ്സൺ ഹു ഹാസ് ascended to the heaven. സ്വർഗത്തിലേക്ക് വരെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് പറയുക. അവിടെ ചെന്ന് വണ്ടർഫുൾ ആയിട്ടുള്ള മനോഹരമായ കാര്യങ്ങളൊക്കെ കണ്ടതിനെക്കുറിച്ചൊക്കെ എത്ര മനോഹരമായി 2 കൊരിന്ത്യർ 12 വായിക്കണം, കേട്ടോ. ആരാ? പൗലോസാന്ന് പൗലോസ് പറഞ്ഞില്ല, ബട്ട് വി ക്യാൻ റീഡ്. അദ്ദേഹമാണ്. ദൈവത്തിന് സ്തോത്രം. 3-ാം സ്വർഗം. എവിടെ ഈ 3-ാം സ്വർഗം? അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം സ്വർഗം ഇവിടെ. ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളത് അല്ലേ? ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഈ ഹെവൻ എഴുതിയേക്കുന്ന ആകാശം ഉൾപ്പെടെയായി പറയുന്നത്. ഇപ്പം 1-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത്, ഹെവൻ എന്ന് പറയുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 9-10 വാക്യം വായിക്കണം, കേട്ടോ. വായിച്ചെടുക്കാൻ സമയമില്ല. അതായത് ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും അത് തിരിച്ചു പോകാതെ ഈ ഭൂമിയിൽ വിത്തും ഒക്കെ നല്ല ഫലം തരുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിക്കാതെ മടങ്ങി വരത്തില്ലെന്നാണ്. അപ്പോൾ ആ സർക്കിൾ, ഈ അറ്റ്മോസ്ഫിയറിക് സർക്കിളാണ് 1-ാം സ്വർഗം എന്ന് രേഖപ്പെടുത്തിയത്. 2-ാമത്തെ സ്വർഗം ഏതാ? അതിനെക്കുറിച്ച് ജനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1:14-17 വായിക്കുമ്പോൾ അത് ഔട്ടർ സ്പേസ് ആണ്. അത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഈ മേഖലയിലുള്ള ഒരു മേഖലയാണ് ഔട്ടർ സ്പേസ്. മനസ്സിലായി? അതിന് 2-ാം സ്വർഗം എന്ന് പറയുന്നത് വേദഹിന്ദന്മാർ പറയുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായമല്ല, കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 3-ാം സ്വർഗം എന്ന് പറയുന്നത്, അതായത് സൂര്യനും ചന്ദ്രനും ഈ ഔട്ടർ സൂര്യനും ചന്ദ്രനും ഒക്കെ അപ്പുറത്തുള്ള സ്വർഗം വസിക്കുന്ന ഒരു സ്ഥലം. അതാണ് 3-ാം സ്വർഗം. ആ 3-ാം സ്വർഗത്തോളം പൗലോസ് എടുക്കപ്പെട്ട് എത്ര ഭാഗ്യവാനല്ലേ. സ്വർഗത്തിൽ ചെന്ന് ദൈവത്തെ കണ്ടെന്നല്ല, കേട്ടോ. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ദൈവ ശുശ്രൂഷ ചെയ്ത ഭക്തനെ ദൈവം അങ്ങോട്ട് കൊണ്ടുപോയത് കാണിക്കാൻ. ഹല്ലേലൂയ. എനിക്കത് വായിക്കുമ്പോൾ സന്തോഷം വരുന്നു, ഉള്ളം സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ പോയി കണ്ടു കേട്ട് വരിക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. നാട്ടിലായിരിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകാനും വിസിറ്റ് ചെയ്യാനും സന്തോഷമില്ല. പോയി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയത്തില്ലേ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് പോയി ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ? പൗലോസ് ഇവിടെ വളരെ വളരെ സന്തോഷത്തോടെ, ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവവേല ചെയ്യുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കും, കേട്ടോ. അത് ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? ഈ 3-ാം സ്വർഗത്തോളം പൗലോസ് പോയ പോലെ അങ്ങോട്ടൊന്ന് എടുക്കപ്പെടാൻ? ഹല്ലേലൂയ. ഇതൊരു ഉന്നതമായ ആഗ്രഹം. എന്നുവെച്ചാൽ നമ്മളെ ഒക്കെ അങ്ങ് താണ നിലവാരങ്ങളിൽ കിടന്ന് ജീവിച്ച് അങ്ങനെയും അങ്ങ് കഴിഞ്ഞു പോകും. അങ്ങനെയല്ല. നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അപ്പുറമായ അനുഗ്രഹീതമായ അന്തരീക്ഷമുണ്ട്. അത് പരമാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുന്നവനും അവനെ ശുശ്രൂഷിക്കുന്നവനും, കേട്ടോ. സ്നേഹത്തോടെ പറയട്ടെ, തെറ്റിദ്ധരിക്കല്ലോ. ഒരു പനി മാറിയതോ ഒരുത്തൻ്റെ തലവേദന മാറിയതോ മറ്റസുഖം മാറിയതിനെ കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നവരുണ്ട്. അത് വേണ്ട, നടത്തിക്കോ. അത് ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷെ ഇതിനപ്പുറത്തായിട്ടൊന്നുണ്ട്. ടു റീച്ച് ദ തേർഡ് ഹെവൻ എന്ന് വെച്ചാൽ, ഹല്ലേലൂയ, മണിക്കൂറുകളിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ദൈവമേ സ്തോത്രം. എന്തെന്നറിയാം? ഇതിനപ്പുറത്തുള്ള മനോഹരമായ നിത്യതയുടെ മണ്ഡലങ്ങളിൽ ആ 3-ാം സ്വർഗം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? കർത്താവേ, to have an availability to reach the third heaven in the sense of the central office of Jesus. യേശു കർത്താവിൻ്റെ സെൻട്രൽ ഓഫീസിൽ, കർത്താവ് വസിക്കുന്ന ആ ഓഫീസിൽ ഒന്ന് കണ്ടുവരാനുള്ള ഭാഗ്യം എത്ര പേർക്കുണ്ട്? സാധാരണ ഒരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഹയർ ഡയമെൻഷൻ. ഉന്നതമായ സ്പിരിച്വാലിറ്റിയുടെ ഒരു മേഖലയാണ്.
പക്ഷെ ആഗ്രഹിക്കണം. അതിനായി പ്രാർത്ഥിക്കാനൊരു സ്വർഗം ഉന്നതങ്ങളിൽ വസിക്കുന്നു. സ്വർഗാദി സ്വർഗങ്ങൾ കടക്കുവാൻ കഴിയാത്ത കർത്താവ് വസിക്കുന്ന ആ വിശുദ്ധ സ്ഥലത്തെ കർത്താവെ അതിനെക്കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണേ. എവിടെയാണ്? നഷ്ടപ്പെട്ടു പോകരുതേ. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ തുറമാനമായി ദൈവം ഞാൻ പറയും. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ശരണപ്പെട്ടുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഹൃദയം വിശാലമാകട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ആമേൻ ആ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരായി, അതിലേക്ക് ആഗ്രഹിക്കുന്നവരായി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ വലിയ സാധ്യത കർത്താവേ, നിൻ്റെ സെൻട്രൽ ഓഫീസിൽ എനിക്കൊരു ആക്സസ് വേണം. ഹല്ലേലൂയ. എനിക്ക് അവിടെ നിന്ന് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ആത്മീയത ഉണരാൻ ദൈവമേ, സാധാരണ ജീവിതത്തിൽ താണും പറക്കുന്നവരായിട്ടുള്ള ഉയർന്നവർ കഴുകന്മാരൊക്കെ ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? യോഗിന്റെ കഷ്ടം അനുഭവിച്ചതുപോലെ പ്രതികൂലങ്ങൾ വന്നപ്പോഴും ആസാബ് തെറ്റിദ്ധരിക്കപ്പെട്ട അന്തരീക്ഷങ്ങളിൽ അവൻ ദൈവസേനയെ യഥാസ്ഥാനപ്പെടും. വിവിധ മേഖലകളിൽ ഭാരപ്പെടുന്നവരോട് ഇന്ന് രാവിലെ പറയട്ടെ, നിന്റെ ഭാരങ്ങൾക്കൊക്കെ പരിഹാരം തരുന്ന നല്ല സ്ഥലം സ്വർഗം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ബാക്കി തുടർന്ന് പറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ രാവിലെ സമയം ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിലായിരിക്കാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നിന്റെ മഹത്വമുള്ള വചനത്തിൻ്റെ ശക്തിയേറിയ അന്തരീക്ഷങ്ങളിൽ കർത്താവേ, ആ വലിയ സ്വർഗത്തെക്കുറിച്ചുള്ള ദിവ്യമായ കാഴ്ചപ്പാടിൽ എല്ലാവരുടെ ഉള്ളങ്ങളെ ഉണർത്തണേ എന്ന് ഞങ്ങൾ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ, സാധാരണക്കാരായി ഭൂമിയുടെ നിരപ്പിൽ അവസാനിക്കാനല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷ ഉന്നതമായ രീതി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ചെയ്ത് ആ അനുഗ്രഹീതമായ അന്തരീക്ഷത്തിൽ ദൈവനാമം മഹത്വപ്പെടുന്ന മണ്ഡലങ്ങളിൽ ആയിരിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. ശുശ്രൂഷ ചെയ്യുന്നവരെയും ആമേൻ വിശ്വാസ ജീവിതം ചെയ്യുന്നവരെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണം. ജീവിത പ്രശ്നങ്ങളിൽ ഭാരപ്പെടുന്നവർക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ വലിയ ധൈര്യം കൊടുക്കണം. ഇതിനപ്പുറത്തായിട്ടുള്ള നിത്യത എൻ്റെ ജാമ്യക്കാരൻ, എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മുന്നേറാൻ ദൈവം കൃപ കൊടുക്കണം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണം. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.